Zamam ul Haq. Darage evde? Guess it. Guess who? Guess who's that? Review ഒന്നും പറയുന്നില്ല. Review അതാണ് അങ്ങോട്ട് പോകുന്നത്. I'll show you. ഇന്നലെ എന്താണ് സംഭവിച്ചത്? നീ കുറെ ബഹളം ഉണ്ടാക്കുന്ന കേട്ടു ഞാൻ നല്ല ശ്രമിച്ചു വരുന്നു. ഏത് സ്റ്റിക്ക്? ഓ സ്റ്റിക്ക് ഞാൻ മറ്റേ ബാഗിൽ വെച്ചിരിക്കുകയാണ്. മൊത്തം സ്നോ ഇരിക്കുകയാണ്. അവര് ബാത്റൂമിൽ ക്ലബ്ബ് തുടങ്ങിയിട്ടുണ്ട്. ആൽബിൻ, വിവേക്, ജെറി. നോക്കിയോ, ബാത്റൂം ക്ലബ്ബാ. ഒന്ന് നോക്കടാ. ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോൾ ഡിസ്കവറി ലോഡ്ജ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ക്യാമ്പിംഗ് പ്ലേസിലാണ്. അപ്പോൾ അവിടെ ഞങ്ങളിവിടെ ഇന്നലെ രാത്രി എത്തിച്ചേർന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു. എന്നാലും അധികം വ്ളോഗ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഈ സ്ഥലത്തെക്കുറിച്ചൊന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് നോക്കുന്നു. നോക്കിയുള്ള ചുറ്റുമുള്ളൊരു ഓവർവ്യൂ ആണിത്. നിങ്ങൾക്ക് ചുറ്റിനും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വീടുകൾ കാണാം. ഞങ്ങൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വീടുകളിലാണ് ഇന്നലെ താമസിച്ചത്. അപ്പോൾ ഇവിടെ ഒന്ന് നേരെ നോക്കുവാണെങ്കിൽ അങ്ങ് മുകളിൽ ചെറിയ ചെറിയ മഞ്ഞുമലകൾ കാണാം. മൗണ്ട് റുവാപ്പേഹു എന്ന് പറയുന്ന ഒരു വലിയ മലയാണത്. ജസ്റ്റ് ഒന്ന് നോക്കാം, മുകളിലേക്ക് കാണാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായി ബേക്കണൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ കിച്ചണിലേക്ക് ഒന്ന് ഓടിപ്പോയി കേട്ടോ, അത് കരിഞ്ഞു പോകുന്നതിന് മുമ്പ്. ഓക്കെ, ഞങ്ങൾ രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്നലെ പാക്ക് ആൻഡ് സേവ് എന്ന് പറയുന്ന ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് ബേക്കണൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട്. ഞങ്ങളൊരു 8 പേരുണ്ട് ഞങ്ങളിവിടെ. അപ്പം ഒരു 1 കിലോ, ഓൾമോസ്റ്റ് 1 കിലോ ഉണ്ട് ഈ ബേക്കൺ. അത് ചൂടാക്കി, ഒപ്പം എന്തൊക്കെയാണ്, ഓംലെറ്റ്, 15 മുട്ട, ഓറഞ്ച് ജ്യൂസ്, ബ്രെഡ്. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. വേറെ ബേക്കൺ എത്ര നേരം കുക്ക് ചെയ്യണടാ? ലൈറ്റ് ബ്രൗൺ നമുക്ക് ഒരു എക്സ്ട്രാ പാനിലേക്ക്. Cheers, buddy. Thank you. ട്രെയിൻ നേരത്തെ കടന്ന എല്ലാം സേഫാക്കി. ഒന്നിരുന്നു എല്ലാ മറ്റേ ഭക്ഷണം അത് ഇതല്ലേ ഉള്ളൂ. പുള്ളിക്കാരി എന്നാ ചെയ്യോ? അത് ഓൾറെഡി ഫുഡ് ഉണ്ടായിരുന്നോ? അവിടെ ഉണ്ടാക്കിയായിരുന്നു. നീ എന്താ ചെയ്യുമോ? ബ്രെഡ്, മുട്ട, ബേക്കൺ. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. ബേക്കൺ, eggs and bread with the toast
ആൻഡ് സം ഒരു പുറത്ത് പോകുമ്പോൾ ഒരു ട്രിപ്പിന് ഹെൽത്തി ആയിട്ടുള്ള ക്വിക്ക് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞങ്ങൾ ഇന്ന് കണ്ടുപിടിച്ചത്. ബ്രെഡ് സ്ക്രാമ്പിൾ ചെയ്യുന്നതാണോ അതോ ബൂസാക്കി വീണ്ടും ജസ്റ്റ് ഒന്ന് തിക്കായിട്ട് വെക്കുന്നതാണോ എന്നത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പലർക്കും പല അഭിപ്രായമാണ്. നമുക്ക് ഇന്നറിയാം ഏതാണ് നല്ലതെന്ന്. പിന്നെ ഞങ്ങൾക്ക് ഫ്രഷ് ബനാനാസ് ഉണ്ട്. അപ്പോൾ ഒരു ബനാനയും കൂടെ കഴിക്കുകയാണെങ്കിൽ ഏറ്റവും ഹൈ സോഴ്സ് ഓഫ് എനർജിയാണ്, ഫാസ്റ്റ് റിലീസിങ്. അപ്പോൾ ഇതും കൂടെ ആകുമ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തേക്കുള്ള മോർണിംഗ് ശരിയാകും നമുക്ക് പ്രതീക്ഷിക്കാം. ബുദ്ധിമുട്ടല്ല കഴിക്കാം. The man. അവൻ വരുമ്പോ ആ പാട്ട് ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്യണം. ഏതാ? എടാ സിജിനെ പോയി വിളിക്കാം വാ. रोहित गाड़ी में आओ. डाल दिया ना? ठीक है, ओके. वेरी अच्छा काम किया. നീ മറ്റേ ഇത് കണ്ടോടാ? गाड़ी में होगा. സിജിൻ കണ്ടിട്ടില്ല. रोहित ഇല്ല, അവൻ കണ്ട ഞെട്ടി. ഇവൻ കണ്ടപ്പോ ഞെട്ടി, ഞാനും ആദ്യം കണ്ടപ്പോ ഞെട്ടി. रोहित നീ എവിടെ പോയി അങ്ങ് പോയോ? No, come again. है ना? ओके. और रोहित the man. എടാ സിജിനെ പോയി വിളിച്ചാലോടാ. എടാ സിജിനെ പോയി പിക്ക് ചെയ്യാം. ഓക്കെ, സിജിനെ എന്തേ സാറിന്? ഓക്കെ. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഒരു ഉറ്റ സുഹൃത്ത് ഇന്നലെ കിണ്ടിയായിരുന്നു. അതായത് അവനെ ഒന്ന് കൂട്ടാൻ വിചാരിക്കുകയാണ്. മലയാളത്തിൽ എന്താ വായിക്കുകയൊക്കെ ചെയ്യാൻ അത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. കിണ്ടി എന്താണെന്ന് മലയാളത്തിൽ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടുകാരൻ ഇന്നലെ ഇച്ചിരി ഓവർ കിണ്ടിയായി. അപ്പോൾ അവൻ്റെ അടുത്ത് അതായത് പിക്ക് അവനെ ഒന്ന് എടുത്തുകൊണ്ട് വരാൻ പോകുന്ന അവസ്ഥയാണ്. നമ്മളിപ്പോ മറ്റേ മൗണ്ടനൊക്കെ ഇതിൽ കാണത്തില്ലേ, എന്താ പറയാ, പിക്ചറിലൊക്കെ കാണുമ്പോൾ ഓക്കെ ഒരു മൗണ്ടനാണ്, കുഴപ്പമില്ല, കാണാൻ ഭംഗിയുണ്ട്. പക്ഷെ നേരിട്ട് കാണുമ്പോണ്ടല്ലോ അതിൻ്റെ ഒരു എഫക്റ്റ് തന്നെ വേറെയാണ്. കാരണം അതിൻ്റെ ആ ഗ്രാൻഡ്നെസ്, ആ മെജസ്റ്റിക് ലുക്ക് കംപ്ലീറ്റ്ലി നമ്മള് ഹംബിൾ ആക്കി തരും ആദ്യമായിട്ട് കാണുന്നത്. സ്നോ എന്ന് പറഞ്ഞാൽ നല്ല രസം. നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി. ക്ലിഫിൻ്റെ ഉയരം ഞാൻ ആലോചിക്കും, ഇതിപ്പോ ഹിമാലയയുടെ എത്ര വലിപ്പം കാണും? ഒരു ഹാഫിൻ്റെ ഹാഫ് ആയിരിക്കില്ലേ, ക്വാർട്ടർ. പിന്നെ ഇതിൻ്റെ ഒരു എക്സൈറ്റിംഗ് തിങ് അബൌട്ട് ഈ മല എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇത് ആക്റ്റീവ് വോൾക്കാനാണ്. ശരി, ആക്റ്റീവാണ്. കഴിഞ്ഞ വർഷം ഈ വോൾക്കാനെ എറപ്റ്റ് ചെയ്തു, ചെറുതായിട്ടൊന്ന് എറപ്റ്റ് ചെയ്തതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നല്ല രസമായിരിക്കും. അതൊരു നമുക്കൊരു എക്സൈറ്റിംഗ് ആണ്. വീണ്ടും കാണാൻ പറ്റുമോ? പിന്നെ താല്പര്യമുള്ളവർക്ക് ഈ മല ക്ലൈംബ് ചെയ്യാൻ പറ്റുന്നതാണ്. $150 ഗിയറൊക്കെ ഹയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ ക്ലൈംബ് ചെയ്യാം. ഓക്കെ, ഞങ്ങളുടെ ഫ്രണ്ട് ഇവിടെ ഭക്ഷണം കഴിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്യുന്ന തിരക്കിലാണ്. 5 മിനിറ്റിനുള്ളിൽ താക്കോൽ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക്. എടാ എൻ്റെ ഫോൺ എടുത്തായിരുന്നു ആരെങ്കിലും? പിന്നെ ഫോൺ കണ്ടോ ഇല്ലെന്ന് ആണോ? സൈഡിലൊന്നും ഇല്ലല്ലോ. ഷെറിനടുത്താണോടാ, അവളെ എടുത്തെന്നാ പറഞ്ഞ. ഓക്കെ, ഞങ്ങളപ്പം bro, we gotta okay. Bro, don't lie, bro. You're making a video, bro. You don't want me. No. Look. Oh, fuck you. Oh, no, don't fuck me. ഓക്കെ, ഞങ്ങളപ്പം 2 മിനിറ്റേ ഉള്ളൂ. 2 മിനിറ്റ് കൊണ്ട് കീ കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓടിയാ ഷോക്ക്. അതിൻ്റെ ഫോണൊന്ന് നോക്കിടാ. അത് എടാ അവിടെ ഇല്ലല്ലോ. അപ്പോൾ ഷെറിനെടുത്ത് വെച്ചോടാ, അല്ല ഷെറിൻ്റെ കാണും. അപ്പോൾ ഞങ്ങൾ കീ ഒന്ന് ഓടിക്കൊണ്ടായി കൊടുത്തിട്ട് വരാം. എന്താണ്, അല്ലെങ്കിൽ ഒരു ദിവസത്തെ എക്സ്ട്രാ റെൻറ്റ് കൊടുക്കണമെന്നാണ് പറയാം. സിജൻ പോയോ? റിസപ്ഷൻ വരുന്നോ?
റിസപ്ഷനിലോട്ട് വരുന്നു. ഓക്കെ, വണ്ടി എടുത്തോണ്ട് പോവാം. ആരത്തിന് നമ്മൾ വണ്ടി എടുത്തോണ്ട് വന്നാൽ പോരാ. ഞങ്ങൾ റിസപ്ഷനിൻ്റെ അടുത്തെത്തി. ഹോപ്പ്ഫുള്ളി വി ക്യാൻ ചെക്ക് ഔട്ട് ബൈ വിത്തൗട്ട് പേയിങ് എനി ഫണ്ട്സ്. അതാണ് റിസപ്ഷൻ. വണ്ടിയിലോട്ട് മാത്രം അടിക്കുന്നതാവും. ഞങ്ങൾ ഐസ് കാരണം ജസ്റ്റ് മലമുകളിലേക്ക് കയറാൻ പോവുകയാണ്. വണ്ടി 4x4 എടുക്കേണ്ട ഉപകാരം വണ്ടി സ്റ്റക്കായി ഇരിക്കാൻ ഉണ്ടല്ലേ. മല ബ്യൂട്ടിഫുൾ. ഞാനെൻ്റെ സ്നോ ബോർഡ് ഷൂസ് ഒക്കെ ഇരിക്കാൻ. എടാ DSLR എടുക്കാം അവിടെ. ചെറിയ എടുക്കുന്നേ ഒരു ഇത് വേണ്ടി നടക്കും. ഞാൻ ഇട്ട ഡ്രസ്സൊക്കെ എടാ നമുക്ക് നീ അവിടെ താഴ്ച കിട്ടിക്കൊണ്ട് വരാം. ഇട്ടുകൊണ്ട് മുകളിലേക്ക് വരാം. yellow line. ഞങ്ങൾ ഒരു വലിയ മലയിലോട്ട് കളിക്കുകയാണ്. എവിടെ സ്കീന്ന് കാണാം. പ്രൊഫഷണൽസാണ്. ഇതിനെന്താ പറയാ? സിപ്പ് ലൈൻ. പാപ്പ സ്നോ സ്കീയിങ്ങിലെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് സ്കീയിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ സംഭവം ശരിയാൻ പോവുകയാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് നിന്നിട്ടില്ല, അങ്ങനെ പോയാൽ മതി. നീ ഏതാ സൈഡ്? പോസിയുടെ ഓക്കെ, ഞാൻ പതുക്കെ എൻ്റെ സാഹസികമായ ജേർണി തുടങ്ങാൻ പോവുകയാണ്. എത്ര സ്പീഡൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഴ്ച കാണാനുള്ള ഒരു അവസരം തരാൻ പോവുകയാണ്. വീഡിയോ ആണോ? കൈ
കീസാണല്ലേ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ലോക്കാവും. ടൈറ്റ് ചെയ്യണം. ഞങ്ങളുടെ സ്കീയിങ് എക്സ്പെഡിഷൻ കഴിയും. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം തീർന്നായി. അപ്പോൾ ഞങ്ങളുടെ പോയി കണ്ട ഒരു കഴിഞ്ഞ ഒരു സ്നോമാൻ ഇരിക്കുന്നതാണ്. ഇതാണ് സ്നോമാൻ. നല്ലൊരു സ്നോമാൻ ഇവിടെ വന്ന ആൾക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു രസമുള്ള കാഴ്ചയാണ്. നമുക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിലും അത് ഉണ്ടാക്കി വെച്ചത്. പിന്നെ ഇവിടെ ഒരു കൂട്ടം പിള്ളേർ സ്നോമാനെ ഉണ്ടാക്കുന്ന കാഴ്ച കാണാൻ പറ്റുന്നത്. ഉണ്ടാക്കാൻ പഠിക്കാം. പിന്നെ ഇതുകൊണ്ട് ഇതിലൊക്കെ ഏകദേശം മഞ്ഞ് വീഴും. ഞങ്ങൾ തിരിച്ച് പോകും. മലയുടെ മുകളിലേക്ക് പോവുകയാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞൂടാ. ഏറ്റവും മുകളിൽ തന്നെ പോകുന്ന ഒരു സീനാണ് ഈ കാണുന്നത്. അടിപ്പറ്റി ഇതാണ് റോപ്പസിൻ്റെ ഏറ്റവും ടോപ്പ് ഒരു അഡ്വഞ്ചറായിട്ട് തോന്നുന്ന സീൻ. എല്ലാവർക്കും കാഴ്ച കാണാം. ഇത്രയും റിസ്ക് എടുത്ത് നല്ല ടെൻഷനുണ്ട്. ഇതുകൊണ്ടോ gosh, it's really scary. Boss, can you help us? Okay. Thank you, boss. അങ്ങനെ ഞങ്ങൾ മൗണ്ട് റുവാപ്പ കീഴടക്കി. ഒന്നും കൂടെ ഇതാണ് ഞങ്ങളെല്ലാവരും കീഴടക്കി. വേണ്ട റുവാപ്പേഹു ഇവിടെ നിന്ന് ഏകദേശം ഇതാണ്. ഒരു റെൻ്റലെടുപ്പ് ഹയർ തിരിച്ചു കൊടുക്കാൻ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ. ഇനി അടുത്ത് വരേണ്ടവർക്ക് ഏറ്റവും അടുത്തായിട്ട് പല പല ലോഡ്ജുകളുണ്ട്. വലത്തോട്ട് തിരിഞ്ഞ് നോക്കിയാൽ ബാക്കി ഇതിൻ്റെ പുറകിൽ പല പല ലോഡ്ജുകളുണ്ട്. എത്ര അടുത്തിരുന്ന് ലോഡ്ജുകൾ എടുക്കാൻ പറ്റുന്നതാണ്. നേരത്തെ ബുക്ക് ചെയ്യുക മാത്രം ചെയ്താൽ മതി. അവിടെ ഇതിന് മോൾ അങ്ങ് അവിടെ ഉണ്ടോ ഒരെണ്ണം ഇതുപോലത്തെ സാറ്റൊക്കെ. ഞങ്ങളിപ്പോൾ വൈക്കോമോ കേവ്സിലേക്ക് കയാക്കിങ്ങിനായിട്ട് പോവുകയാണ്. 3/4 മണിക്കൂർ അല്ലാത്ത ഹാഫ് ആൻ അവറേ ഉള്ളൂ. എല്ലാവരും ഒരു 2 മണിക്കൂർ കയാക്ക് ചെയ്യുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. ഞങ്ങൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത റോഡിൽ കൂടെയാണ് ഇപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ റോഡൊന്ന് കാണിച്ചു കൊടുത്തത്. നല്ലൊരു വ്യൂ ആണ്. ബാക്കി ഞങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം. അവിടെ ചെന്നിട്ട് കാണാം ബാക്കി. ഫിൻലാൻഡിന്റെ മാപ്പ് അടിക്കാറിയോ? ഇവരെ ഫോളോ ചെയ്താൽ മതിയോ? ബാക്കി എടുക്കണം. അവർക്ക് ബ്രീഫ് കൊടുത്തു കാറുകാർക്ക്. ഓക്കെ.
ഇവരാണ് നമ്മൾ ഓടിക്കുന്നത്, ഇവരാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ആക്ച്വലി ഇവരെല്ലാം ഇതിന് വന്നതാണ് ഓർത്തത്. ഞങ്ങളിപ്പോൾ കയാക്കിങ്ങിൻ്റെ ചെയ്യാനുള്ള ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കാണാൻ ഞങ്ങളുടെ ചുറ്റുമുള്ള നടക്കുന്ന കാര്യങ്ങൾ. കയാക്ക് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നു. ഞങ്ങളെല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഒരു 15-18 പേര് ആൾക്കാരുണ്ട് ഞങ്ങളുടെ കൂടെ. ഞങ്ങൾ ലേറ്റായിട്ടെത്തി എങ്കിലും അവർ ഒരു കുഴപ്പമില്ലാതെ ഞങ്ങളെ സ്വീകരിച്ച് ഞങ്ങൾ സമാധാനത്തോടെ ഇപ്പം കയറുകയാണ്. ഇതാണ് ഞങ്ങൾ കയാക്ക് ചെയ്യാൻ തുടങ്ങുന്ന ലേക്ക്. ഇതിലേക്കടെ തുടങ്ങി ഒരടിപ്പൻ അതവിടെ പോകും എന്നാണ് തോന്നുന്നത്. ഓക്കെ, ബാക്കി പോകുന്ന വഴിക്ക് നമുക്ക് കാണാം. ഓക്കെ, ഞങ്ങളിപ്പോൾ കയാക്കിൻ്റെ ഇരിക്കുകയാണ്. എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ ഒരാൾ പാല് മതിയില്ലേ? ഞങ്ങൾ കയാക്കിങ് ചെയ്ത് ഒരു നല്ല രീതിയിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ അവസ്ഥ ഒരു ഒന്നാമതൊരവസ്ഥയാണ്. ഞാൻ ശേഷം നന്നായിട്ട് ബുദ്ധിമുട്ടി എങ്കിലും ഞങ്ങൾ ജയിച്ചു, റഹീമിനെ തോപ്പിച്ചു. ഓക്കെ, സോറി. എന്താ പറഞ്ഞാൽ അതൊക്കെ ഞങ്ങൾ കയാക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് കാണാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? ഞങ്ങളുടെ പുറകെ വരുന്നുണ്ട്. ഞങ്ങളാണിപ്പോൾ ലീഡ് ചെയ്യുന്ന ഗ്രൂപ്പ്. എങ്കിലും പുറകിൽ ഒരാൾ മുമ്പ് അങ്ങ് പോയി. ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന സംഭവം. ഇനി അടുത്തത് ഗ്ലോവംസിൻ്റെ അടുത്ത് വന്നിട്ട് കാണാം. അതുവരെ തൽക്കാലം ബൈ ബൈ പറയുന്നു. ഓക്കെ, ബൈ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂട്ടുകാർക്ക് വെയിറ്റ് ചെയ്ത് അമ്മമാർ മുമ്പിൽ കൂടെ ചെയ്തു പോവുകയാണ്. റഹീമും ജെറിനും വിവേക് ആൻഡ് രോഹിത്, നീ ആൻഡ് ഷെറിൻ ആണ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ നിൽക്കുന്ന കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആണ്ടെ ഭയങ്കര തെറിയാണ് ഇവന്മാർ വിളിച്ച് കൂട്ടുന്നത്. കണ്ട കുറ്റിച്ചിരിയുടെ ഇടയ്ക്കൊക്കെയാണ് പോകുന്നത്. ഇതാണ് ടീം വർക്ക് ഇല്ലാത്തതിൻ്റെ കുഴപ്പം. ടീം വർക്കിൻ്റെയും കമ്മ്യൂണിക്കേഷൻ്റെയും പ്രോബ്ലമാണ് ഈ കാണുന്നത്. ചിലർ കുറ്റിക്കാറ്റിലേക്ക് പോകുന്നു. ഓക്കെ, ഞങ്ങളിപ്പോൾ ഇവന്മാരെ തോപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എങ്കിലും ഞങ്ങൾ ഇവരെ വെറുതെ ഷെറിന് റൈറ്റ് ആണേ. ഓക്കെ, ഞങ്ങൾ കുറ്റിക്കാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് മാറ്റുന്നു. ചെയ്യുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ കുറച്ച് പേര് നീന്തി പോകുന്നു. തുഴഞ്ഞു പോകുന്ന സംഭവമാണ് കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഓക്കെ ഷെറിൻ്റെ തുഴച്ചിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷെറിൻ തുഴയുന്നുണ്ട്. അയ്യോ, ഓക്കെ. പുറകിൽ 2 പേർ വരുന്നുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ കൈയുടെ നേർവ് ഇടയ്ക്ക് റിഫ്ലക്സ് ചെയ്തു. കാരണം ഇത് ചെയ്യാത്ത പരിപാടിയാണല്ലോ. പെട്ടെന്ന് റിഫ്ലക്സ് ആക്ഷനൊക്കെ വരുന്നു. ഇനി കൂഞ്ഞിക്കൂടുന്നു. എന്താണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഇപ്പോൾ ഓക്കെ ആയി. യെസ്, അപ്പോൾ വി വിൽ മൂവ് ഓൺ. നമ്മൾക്കിനി ഗ്ലോവോമിൽ ചെന്നിട്ട് കാണാം. എൻ്റെ ഇത് കണ്ടോ, എൻ്റെ ഫിംഗർ നേർവ് വർക്ക് ചെയ്യും. ഓക്കെ, ഇത് കണ്ടോ, നേർവ് സ്ഥിരം ചെയ്യാത്ത പരിപാടിയായതുകൊണ്ട് നേർവിൻ്റെ റിഫ്ലക്സ് ചെയ്യുന്നതാണ്. ഇത് കണ്ടോ, തള്ളവിരൽ ഇങ്ങനെ പോകും. ഓ, ഓക്കെ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു ഗുഹയുടെ അകത്തോടെ അത് ഏകദേശം ആ സെറ്റപ്പിലുള്ള രീതിയിൽ പോകണം. ഇതങ്ങളുടെ വെള്ളമൊക്കെ എന്താണ് ഭൂമിയുടെ അടിയിൽ നിന്നാണോ എന്തോ വെള്ളമൊക്കെ ഡ്രിപ്പ് ചെയ്ത് ചാടുന്നുണ്ട്. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഗ്ലോവംസിനെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് തിരിച്ചു വരുമ്പോൾ അത് കാണാവുന്ന രീതിയിൽ അടിപൊളി സ്ഥലം. ഷെറിൻ എൻജോയ് ചെയ്യണം ഇത് താങ്ക് ഗോഡ് ഫോർ ഹെൽപ്പിംഗ് അസ് ടു ഫൈൻഡ് ദിസ് പ്ലേസ്. ഓക്കെ, അടിപ്പൻ. ഓക്കെ, ഇതെല്ലാം ഇരുട്ടായിപ്പോയി. ഇനി ഒന്നും കാണാണ്ട് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എത്തിച്ചേർന്നപ്പോൾ ഇവിടെ വളരെ നല്ലൊരു സർപ്രൈസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ക്യാമ്പ് ഫയർ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആണിത്. ന്യൂസിലൻഡ് വന്നിട്ട് അധികം ക്യാമ്പ് ഫയർ ഒന്നും ചെയ്തിട്ടില്ല. എങ്കിലും ഇവരുടെ കൂടെ ഒരു ക്യാമ്പ് ഫയർ കാണുക എന്നത് നല്ല രസമാണ്. അപ്പോൾ ഞങ്ങളിവിടെ എല്ലാവരും കയറുകയാണ്. അപ്പോൾ ഒന്ന് കണ്ട് എൻജോയ് ചെയ്തിട്ട് വരാം. There's still more wine that we need to get rid of if anyone wants it. Yeah, I don't think anyone tasted the wine tonight. Barely take it home, right? Okay, these guys are taking the marshmallows.
burning the marshmallows, cooking the marshmallows. But who's cooking it? Sharon, Rohit, and Vivek is cooking the marshmallows. Yeah, getting ready for the glowworm experience. Can only see the fire. Sorry. What do you reckon a smaller piece of this? You can burn that stick. Yeah, Vivek is burning the stick. Stop the marshmallows. Alright, I'll get you the video. Yeah. It's not even catching. It's good. Okay. എന്നാ ഷെറിന് പേടിയാണോ? അവരുടെ പുറകെ നമുക്ക് ലൈറ്റ് ആവുമല്ലോ. ഞങ്ങളിപ്പോൾ കയാക്കിങ് കഴിഞ്ഞ് തിരിച്ചു പോയാണ്. ഞങ്ങൾ അവരുടെ മുമ്പിൽ ഒരു ലൈറ്റ് പോകുന്നുണ്ട്. ഒന്നും കാണത്തില്ലെങ്കിൽ ആ ലൈറ്റിനെ ഫോളോ ചെയ്യുക എന്നാണ് ഞങ്ങളിപ്പോഴത്തെ ദൗത്യം. ഞങ്ങളുടെ പുറകെ കുറേ പേര് വരുന്നുണ്ട്. ഓക്കെ, ഇന്നത്തെ ഞങ്ങളുടെ ഗ്ലോവം കഴിഞ്ഞു. നിങ്ങൾക്ക് ഗ്ലോവം കാണെങ്കിൽ ഇവിടെ വരിക. ബോട്ട് ഷെഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ നമുക്ക് ന്യൂസിലൻഡിലെ ഏറ്റവും വലിയ ഫുൾ മൂൺ കാണാൻ പറ്റും. നാളെയാണ്, തിങ്കളാഴ്ചയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് കാണുന്ന ഒരു സീനറിയാണ് ന്യൂസിലൻഡിലെ ഏറ്റവും വലിയ ഫുൾ മൂൺ. അടിപൊളിയാണ്. നിങ്ങളെല്ലാവർക്കും കാണുക. സ്റ്റാർസ് വല്ലതും കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ലോ ലൈറ്റ് എന്നൊക്കെ പറയും. എൻ്റെ ഒന്നും കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഫുൾ മൂൺ നിങ്ങളെല്ലാവരും കാണിച്ചേക്കുന്നു. ന്യൂസിലൻഡ് ലാർജസ്റ്റ്. ഓക്കെ, നിങ്ങളെല്ലാവരും ഞങ്ങളങ്ങനെ ഞങ്ങളുടെ കയാക്കിംഗ് എക്സ്പീരിയൻസ് കഴിഞ്ഞു. ആണ്ടെ അടിപൊളിയായിട്ട് റേസ് ചെയ്യുന്നു. അടിപൊളി. വാ, ഞങ്ങളങ്ങനെ ട്രിപ്പിൻ്റെ അവസാന ഭാഗം എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുക എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഹാമിൽട്ടണിലെ ഈ ബർഗർ കിങ് എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ബർഗർ കിങ് എന്ന് പറയുന്ന സ്ഥലത്തല്ല, ബർഗർ കിങ് എന്ന് പറയുന്ന കടയിലാണ് വന്നിരിക്കുന്നത്. ഒക്കെ ഇവിടെ ഡോമിനോസ് കാണുന്നു, ബിഗ് ടു ടേക്ക് അവേസ് കാണുന്നു, ഹോം സ്റ്റേ ഗെയിമിംഗ് ഉണ്ട്. എല്ലാവരുടെയും താല്പര്യം എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുക എന്നാണ് താല്പര്യം. അതുകൊണ്ട് നമ്മൾ ബർഗർ കിങ്ങിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഈ ഒരു ഫുഡ് കൂടെ കഴിച്ചിട്ട് എല്ലാവരും എനർജിയോടെ പോകുക എന്നാണ് തീരുമാനം. രോഹിത് പോ, ഹൗ വാസ് യുവർ ഡേ? എൻജോയ് ഇറ്റ്? ഓക്കെ, ഹിയർ ഓൺ ക്യാമറ, സേ ഹായ്. നോർമൽ വാക്കല്ലടാ. You'll have fun more, man, when you come back. When are you going next? Bro, this week. Next, oh, okay. So he's going to India this week. So wish him luck. Thank you. Hope my flight does not crash. You won't. It's only Singapore. No. Sorry, my man. It's only Malaysia. All right. Okay. Good luck. All right. We'll stop. Rahim, okay. How was the trip? Really good. Okay. Extremely good. ഞങ്ങളുടെ ട്രിപ്പ് ഒന്ന് നന്നായിട്ട് പോയി. Highly recommended. ഓക്കെ, ഹൈലി ഞങ്ങൾ ഏറ്റവും നന്നായിട്ട് റെക്കമെൻഡ് ചെയ്ത സ്ഥലം ബോട്ട് ഷെഡ് എന്ന് പറയുന്ന ആ സ്ഥലമാണ്. അവിടെ കയാക്ക് ചെയ്തു, ഗ്ലോവംസിനെ കണ്ടു. ഏറ്റവും ബിഗസ്റ്റ് അഡ്വഞ്ചർ ഞങ്ങൾ